ട്രാവലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും ഒരു യാത്ര പോവുകയാണ്. ഇന്നത്തെ യാത്ര വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ അടുത്ത് കിടക്കുന്ന ഊട്ടിയിലോട്ട് തന്നെയാണ്. അപ്പോൾ നാടുകാണി ചുരം കയറി തുടങ്ങി. രാവിലെ ഏകദേശം ഒരു 5 മണി സമയത്താണ് ഞങ്ങൾ ഇറങ്ങിയത്. ഈ സമയത്ത് ഇവിടെ ആന ഉണ്ടാവാറുണ്ട്, അതുകൊണ്ട് പതിയെയാണ് പോയത്. ഗൂഡല്ലൂരെത്തിയപ്പോൾ ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. മസനഗുഡി വഴി ഊട്ടിയിലോട്ടുള്ള റൂട്ടിലാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബന്ദിപ്പൂരിലൂടെയുള്ള യാത്രയിൽ മൃഗങ്ങളെല്ലാം കാണാമെന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. ഇതിനു മുന്നേയുള്ള ബാംഗ്ലൂർ യാത്രയിൽ നമുക്ക് ഒരുപാട് മാൻകൂട്ടങ്ങളെയും ആനകളെയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫോറസ്റ്റിനകത്തൂടെയുള്ള യാത്ര തുടങ്ങി. തുടക്കത്തിലൊന്നും മൃഗങ്ങളൊന്നും തീരെയില്ല. വളരെ കുറച്ച് മാനുകൾ മാത്രം റോഡിൻ്റെ സൈഡിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തൊപ്പക്കാടെത്തി. തൊപ്പക്കാടിൽ നിന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞ് വേണം ഊട്ടിയിലോട്ട് പോകാൻ. മൂന്ന് ദിവസം ഒരുമിച്ച് അവധി വരുന്ന ഒരു ദിവസത്തിലായിരുന്നു നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ റോഡിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ മസനഗുഡി കഴിഞ്ഞു. ഇനി 36 ഹെയർ പിന്നുകളോട് കൂടിയ ആ ചുരം കയറി മുകളിലെത്തണം. ഈ റൂട്ടിലൂടെ പോകുമ്പോൾ എല്ലാവരും ഇറങ്ങി ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കുന്ന ഒരു പാലമാണിത്. ഇവിടെ നിന്ന് ചിലർ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞങ്ങൾ എന്തായാലും അവിടെ ഇറങ്ങിയില്ല. അങ്ങനെ മസനഗുഡി ചുരം കയറി തുടങ്ങി. 2019 സമയത്താണ് ഈ റൂട്ടിലൂടെ അവസാനമായി വന്നത്. അതാണ് നമ്മുടെ ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോ. കുറച്ച് കയറി മുകളിലെത്തിയപ്പോൾ തന്നെ കോടമഞ്ഞ് മൂടിയ ഒരു അറ്റ്മോസ്ഫിയർ ആയി തുടങ്ങി. 2 ദിവസമായിട്ട് ഊട്ടിയിൽ മഴയുണ്ട്, അതുകൊണ്ട് കോട ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. കോട നന്നായി മൂടി തുടങ്ങി. മുന്നിലോട്ട് ഒരു 10-20 മീറ്റർ ദൂരം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ചുരം കയറി ഏകദേശം മുകളിലെത്താറായി. ഇവിടെ കോട അധികം ഇല്ല.
പക്ഷെ പെട്ടെന്നാണ് കോട താഴത്ത് അടിച്ച് കയറി വരുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട സ്ഥലമൊക്കെ വീണ്ടും കോട മൂടി. ഊട്ടിയിൽ എവിടെയും നമ്മൾ ഇറങ്ങിയില്ല, നേരെ കൂനൂർ പോവാണ്. കൂനൂരിൽ നിന്ന് തിരിച്ച് ഊട്ടിയിലോട്ട് ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടോയ് ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂനൂരെത്തി ആ ട്രെയിൻ പിടിച്ച് ഊട്ടി വരണം. അങ്ങനെ കൂനൂർ സ്റ്റേഷനെത്തി. സ്റ്റേഷനിലൊക്കെ മഞ്ഞ് മൂടിയിരിക്കുന്ന അവസ്ഥയാണ്. ഈ മഞ്ഞ് മൂടിയിരിക്കുന്ന അവസ്ഥയിലുള്ള ഈ കൂനൂർ സ്റ്റേഷൻ്റെ ഒരു ഭംഗി മനോഹരമാണ്. ഇങ്ങനെയുള്ള കുറേ ഫോട്ടോസൊക്കെ ഞാൻ ഇവിടെ നിന്ന് എടുത്തു. നമുക്ക് പോകാനുള്ള ട്രെയിന് പ്ലാറ്റ്ഫോമിൽ കിടപ്പുണ്ടായിരുന്നു. പ്ലാൻ ചെയ്ത് വരികയാണെങ്കിൽ ഈ ട്രെയിനിലുള്ള ടിക്കറ്റ് IRCTC വഴി ബുക്ക് ചെയ്ത് വരുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ കുറച്ച് നേരത്തെ നമ്മൾ ഇവിടെ സ്റ്റേഷനിലെത്തി അൺറിസർവ്ഡ് ടിക്കറ്റ് നമുക്ക് സ്റ്റേഷനിൽ നിന്ന് നേരിട്ട് എടുക്കാനും സാധിക്കും. അങ്ങനെ ട്രെയിനിലുള്ള യാത്ര ആരംഭിച്ചു. തുടക്കത്തിലൊക്കെ കോട ഉള്ളതുകൊണ്ട് പുറത്തോട്ടുള്ള കാഴ്ച അധികം കിട്ടിയില്ല. അതിമനോഹരം തന്നെയാണ് ഈ റൂട്ടിലൂടെയുള്ള യാത്ര. ഞാൻ ഏകദേശം ഒരു മാസത്തോളം മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ടിക്കറ്റ് ബുക്ക് ചെയ്തില്ലെങ്കിൽ കൂനൂർ സ്റ്റേഷനിൽ വന്ന് നമുക്ക് അൺറിസർവ്ഡ് ടിക്കറ്റ് എടുക്കാൻ സാധിക്കും. കൂനൂരിനും ഊട്ടിക്കും ഇടയിൽ തന്നെ ഒരു 5-6 സ്റ്റേഷൻസ് ഉണ്ട്. അവിടേക്ക് ട്രെയിൻ നിർത്തിയിട്ടാണ് പോകുന്നത്. അങ്ങനെ ഊട്ടി എത്തുന്ന തൊട്ട് മുന്നേയുള്ള ലൗഡേൽ എന്ന് പറഞ്ഞ സ്റ്റേഷനിലും ട്രെയിൻ നിർത്തി അവിടെ നിന്ന് ഇപ്പോൾ ട്രെയിൻ എടുത്തു. അങ്ങനെ നമ്മൾ ഊട്ടി സ്റ്റേഷനിൽ എത്താറായി. ഊട്ടി ബസ് സ്റ്റാൻഡാണ് ഇപ്പോൾ കാണുന്നത്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ഊട്ടി റെയിൽവേ സ്റ്റേഷനും. അങ്ങനെ ട്രെയിൻ സ്റ്റേഷനിലെത്തി. ഊട്ടി റെയിൽവേ സ്റ്റേഷന് പുറത്തുനിന്നുള്ള കാഴ്ചയാണിത്. നമ്മൾ കാറ് കൂനൂർ സ്റ്റേഷനിലിട്ടിട്ടാണ് ട്രെയിൻ പിടിച്ച് ഊട്ടിയിൽ വന്നത്. ഇനി ഇവിടെ നിന്ന് ബസ് കയറി നമുക്ക് തിരിച്ച് കൂനൂർ തന്നെ പോകണം. ഊട്ടി സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡിലുള്ളത്. നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. അവിടെ നിന്നപ്പോൾ അവിടെ കൂനൂർ ബസ് നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു. അതിനകത്ത് കയറിയിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 2 മണി സമയം കഴിഞ്ഞിട്ടുണ്ട്. കോടയൊക്കെ മാറി അത്യാവശ്യം തെളിഞ്ഞ അന്തരീക്ഷമായിട്ടുണ്ട്. അങ്ങനെ തിരിച്ച് കൂനൂർ സ്റ്റേഷനിലെത്തി. നേരത്തെ നമ്മൾ രാവിലെ വന്നപ്പോൾ കോട മൂടി കണ്ടിരുന്ന ആ സ്റ്റേഷൻ ഇപ്പോൾ തെളിഞ്ഞ് മനോഹരമായിട്ട് കോടയില്ലാത്തൊരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു.
ഇന്ന് ഊട്ടിയിൽ സ്റ്റേ ചെയ്ത് നാളെയാണ് തിരിച്ചു പോക്ക്. അപ്പോൾ ഈ യാത്രയുടെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.